വീട്ടിൽ അമ്മയും അപ്പനും വേണ്ടപ്പെട്ടവരും ഒക്കെ മരിക്കുമ്പോൾ നമ്മളൊരു വൃത്തികെട്ട പേരിട്ട് ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ മാറ്റിവെയും. വാലായ്മ. എന്ത് വാലായ്മ? ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം ഉള്ളട്ടെ വാലായ്മ, അല്ലാതെ എന്തും വലിച്ചു വാരി തിന്നും, ഒരു കുഴപ്പമില്ല. സിനിമ കോണേൻ്റെ കുഴപ്പമില്ല, ഇറച്ചിയും പോത്ത് മീൻ ഒക്കെ വാരി വലിച്ചു തിന്നും. ഈസ്റ്റർ ആകുമ്പോഴേക്കും വാലായ്മ. വാലായ്മയിൽ അത് വല്ലായ്മയാണ്. കാരണം എന്താണ്? വെറുതെ ഇരുന്ന് തിന്നാൻ പറ്റിയ അവസരമാണ്. വീട്ടിൽ അപ്പം മരിക്കും, അമ്മ മരിക്കും. മരിച്ചവൻ എഴുന്നേറ്റ് അവൻ ഈ ലോകത്ത് എന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കത്തോലിക്കരായ നമുക്ക് ഏറെ അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റണം, അമ്മ എൻ്റെ മരിച്ചിട്ടുണ്ടാവും, പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ജനന തിരുനാൾ അല്ലെങ്കിൽ ഈസ്റ്റർ അത് മാറ്റിവെക്കാനായിട്ട് എനിക്ക് അർഹതയില്ലെന്നോ. പ്രിയമുള്ളവർ, എല്ലാ വർഷവും ഞാനിത് പറയാറുണ്ട്. പക്ഷെ കഴിഞ്ഞ ഈസ്റ്ററിന് ഞാനിത് പറയുമ്പോൾ എനിക്കൊത്തിരി ആധികാരികതയുണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മ മരിച്ച് മോർച്ചറി കിടക്കുക, എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ പോയിരുന്ന് കരയാമായിരുന്നു. പക്ഷേ അത് കരയാതെ ഞാൻ ഈ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നത് വിശ്വാസത്തെ പ്രതിയാണ്. വിശ്വാസം എന്ന് പറയുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നവരാണ്. കാരണം കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളർന്നു വരുന്ന കുഞ്ഞുമക്കളോട് പറഞ്ഞു മനസ്സിലാക്കണം, ഞാൻ മരിക്കുമ്പോൾ നീ കരഞ്ഞോ അത് കുഴപ്പമില്ല, പക്ഷേ ഈസ്റ്റർ ക്രിസ്മസ് ആഘോഷിക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, നേരത്തെ തന്നെ പറഞ്ഞോട്ടെ, കാരണം എപ്പോഴാണ് മരിക്കാൻ പോണെന്ന് ഒരു പിടിയില്ല.